ജനങ്ങളെ മാറ്റി നിർത്തണം, ഇവിടെ നിന്ന് ഒഴിവാക്കണം എന്നുള്ളതാണ് ഒരു ചെറിയ ശതമാനം ആളുകളുടെ വിചാരമുള്ളത്. അത് നടക്കുകയില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. നാം ഭയപ്പെടാൻ പാടുള്ളതല്ല. നമ്മുടെ പാങ്ങല പള്ളിക്ക് കുറ്റിയടിച്ചു എന്ന് പറയുന്ന മമ്പുറം തങ്ങൾ, ആ തങ്ങളെ അറിയപ്പെടുന്നത് ഷഹീദ് എന്ന പേരിലാണ്. തങ്ങൾക്ക് ബ്രിട്ടീഷുകാരന്റെ വെടിയുണ്ട ഏറ്റിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ആ കാരണത്താൽ തങ്ങളുടെ മരണത്തിന് ഇടയാകുന്ന രൂപത്തിലുള്ള വേദനകളും മറ്റുമൊക്കെ ഈ വെടിയുണ്ട വഴിയായി ഉണ്ടായിട്ടുണ്ട് എന്നതിന്റെ പേരിലാണ് മഹാനവറുകളെ ഷഹീദ് എന്ന് വിളിക്കലുണ്ടായത്. മഹാനവറുകൾ 91 കൊല്ലക്കാലം ഈ ലോകത്ത് ജീവിച്ചു. അദ്ദേഹത്തെ പല വിധത്തിലും മർദ്ദിക്കുവാനും ഇടങ്ങേറാക്കുവാനും ഒക്കെ ബ്രിട്ടീഷുകാർ ശ്രമിച്ചുവെങ്കിലും അവസാനം ബ്രിട്ടീഷ് ഇവിടെ നിന്ന് വിട്ടെറിഞ്ഞു പോവേണ്ടി വന്നു എന്നല്ലാതെ തങ്ങൾക്കൊരു കുഴപ്പവും പറ്റിയിട്ടില്ല. എന്ന് മാത്രമല്ല, എല്ലാ വെള്ളിയാഴ്ച രാവും ആയിരക്കണക്കിനല്ല 10,000-കണക്കിന് ആളുകൾ തങ്ങളുടെ ഹദ്റത്തിൽ എത്തിച്ചേരുന്നുണ്ട്. അതാണ് അവസ്ഥ. അതുപോലെ തന്നെ നമുക്കും ഒരിക്കലും ഇവിടെ നിന്ന് പോവേണ്ടി വരുന്നതല്ല. പക്ഷെ നാം ഒരു കാര്യം ചെയ്യേണ്ടത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാം താമസിക്കുന്ന ഈ സ്ഥലത്തിന് നമ്മോട് സ്നേഹമുണ്ടാക്കി തീർക്കണം. നിങ്ങൾക്കറിയാൻ കഴിയും, തബൂക്ക് യുദ്ധം കഴിഞ്ഞ് വരുന്ന അവസരത്തിൽ, മദീനയിലേക്ക് എത്തുന്ന അവസരത്തിൽ, ബുഖാരിയിലുള്ള ഹദീസാണ്, നബിതങ്ങൾ ഉഹുദ് പർവ്വതത്തെ നോക്കിയിട്ട് പറഞ്ഞു, ഉഹുദുൻ യുഹിബ്ബുനാ വനുഹിബ്ബു. ഈ മല നമ്മെ ഇഷ്ടപ്പെടുന്നു, നാം അങ്ങോട്ടും ഇഷ്ടപ്പെടുന്നു. അപ്പൊ മല ഇഷ്ടപ്പെടുക എന്ന് പറയണമെങ്കിൽ മല എന്ന് പറയുന്നതിന് ജീവനില്ലല്ലോ. പർവ്വതത്തിന് ജീവനില്ല, പക്ഷെ നാം അറിയാത്തൊരു ജീവൻ അതിനുണ്ട്. ആ ഉള്ള ജീവൻ വെച്ചുകൊണ്ട് ഈ പർവ്വതം നമ്മെ ഇഷ്ടപ്പെടുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്തുകൊണ്ടാണ് ഇഷ്ടമുണ്ടാവല്? കിട്ടേണ്ടത് കിട്ടുമ്പോഴാണ് ഇഷ്ടമുണ്ടാവല്. അപ്പോൾ പലപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റിയാള എന്ന രൂപത്തിലും ഖൽവത്ത് എന്ന രൂപത്തിലുമൊക്കെ വന്നിരുന്നു കൊണ്ടുള്ള ഒരു പുണ്യം ഈ മലക്ക് കിട്ടിയതിന്റെ നന്ദിയാണ് ആ മല ഇങ്ങോട്ട് സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞത്. ഇതുപോലെ തന്നെ നമ്മെയും നമ്മുടെ രാജ്യം സ്നേഹിക്കണം. അതിന് നാം എന്തു ചെയ്യണം? നമ്മുടെ മഹല്ലിൽ 500 വീടുണ്ട് എങ്കിൽ, നമ്മുടെ മഹല്ല് ഒരു 1.5 കിലോമീറ്റർ ചുറ്റളവിലാണ് എങ്കിൽ, ആ ഒരൊറ്റ മുസ്ലിമിന്റെ വീട്ടിലും ഒരു ടിവിയും ഉണ്ടാവാൻ പാടില്ല. അവിടെ ഒന്നും ഒരു വൃത്തികേടും ഉണ്ടാവാൻ പാടില്ല. അള്ളാഹുവിനെ ദേഷ്യം പിടിപ്പിക്കുന്ന ഒരു കാര്യവും ഉണ്ടാവാൻ പാടില്ല. ആവശ്യമില്ല എന്ന് ഒരിക്കൽ നായനെ പോറ്റാൻ പാടുള്ളതല്ല. സുബഹി ഖളാ ആക്കുന്ന ഒരൊറ്റ പേരക്കുട്ടിയോ മരുമകനോ മരുമകളോ ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഇങ്ങനെ ഏറ്റവും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രൂപത്തിൽ നമ്മുടെ വീട് നമ്മൾ കൈകാര്യം ചെയ്താൽ സ്വാഭാവികമായി ആ വീട് നമ്മെ സ്നേഹിക്കുന്നതാണ്. നിങ്ങൾക്കറിയാം, എല്ലാ മനുഷ്യന്മാരും ഫർള് നിസ്കരിച്ച സ്ഥലത്തിന് തെറ്റി നിസ്കരിക്കണം സുന്നത്തിന് എന്നാണ്. അതിന്റെ കാരണം പറഞ്ഞത് സുജൂദിന്റെ മൗലികൾ ഏറി വരാൻ വേണ്ടി എന്നാണ്. ഫർള് നിസ്കരിച്ച സ്ഥലത്തിന് തെറ്റി നിസ്കരിക്കണം. അപ്പൊ തെറ്റുന്നതിനനുസരിച്ചുകൊണ്ട് നമ്മുടെ സുജൂദിന്റെ മൗലികൾ കൂടിയാൽ ആ ഇടങ്ങൾ നമുക്ക് വേണ്ടി ഉടനെ തന്നെ റിപ്പോർട്ട് തയ്യാറാക്കും. ഈ റിപ്പോർട്ട് അവതരിപ്പിക്കൽ മശ്റയിൽ വെച്ചിട്ടാണ്. യൗമൈദിൻ തുഹദ്ദിസു അഖ്ബാറഹ. ഭൂമി അതിന്റെ ന്യൂസുകൾ നാളെ കെട്ടഴിക്കാൻ പോവുകയാണ്. അപ്പൊ നമുക്ക് ജീവനില്ല എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിലും നമ്മുടെ റൂം, നമ്മുടെ 15 സെന്റ്, നമ്മുടെ 20 സെന്റ് അതിന് ജീവനുണ്ട്. നാം അവിടെ എന്തൊക്കെ കാട്ടിക്കൂട്ടുന്നു എന്നുള്ളത് ആ സ്ഥലം നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പൊ നമ്മളെ ഈ ഉഹദ് മല സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിച്ചതുപോലെ നമ്മുടെ ഈ പ്രദേശം നമ്മെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ഏത് ഗവൺമെന്റ് വന്നുകൊണ്ട്, പട്ടാളം വന്നുകൊണ്ട് ഇറങ്ങി എന്ന് പറഞ്ഞാലും നമ്മെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാൻ ഈ മണ്ണ് സമ്മതിക്കില്ല. ആ പട്ടാളം വരുന്നതിന് മുമ്പായിട്ട് ഒരു പക്ഷെ അവിടെ ഭൂമികുലുക്കം ഉണ്ടാവും, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. ആ ആളുകൾക്ക് നമ്മിലേക്ക് കടന്നു വരാൻ പറ്റില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മർദ്ദിക്കുന്നതിന് വേണ്ടി ഖുറൈശികൾ വന്നപ്പോൾ ഉഹദ് അവിടെ തണലായി നിന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഹിർക്കൽ രാജാവ് മദീനയെ ആക്രമിക്കണമെന്നുള്ള മോഹം വെച്ച് പുലർത്തിയപ്പോൾ അവിടെയും അല്ലാഹുവിന്റെ റസൂലിനെ ഉഹദ് സഹായിച്ചിട്ടുണ്ട്. അതേ ക്രമത്തിൽ നമ്മെ ഈ രാജ്യം സ്നേഹിക്കുന്ന ഒരു ചുറ്റുപാടുണ്ടാവും. പക്ഷെ നാം എന്ത് വേണമെന്ന് വെച്ചാൽ ഈ നാട് നമ്മെ വെറുക്കുന്ന ഒന്നും തന്നെ ചെയ്തു വെക്കരുത്. അത് എല്ലാ വീട്ടുകാരോടും നിങ്ങൾക്കറിയാവുന്നത് തന്നെയാണെങ്കിലും ഒരു എമർജൻസി ന്യൂസ് എന്നതിലേക്ക് മുഴുവൻ വീട്ടുകാരെയും ഖാദി ഖത്തീബുമാരും കാരണവന്മാരും അറിയിക്കണമെന്നും നല്ല രൂപത്തിൽ ഒരു നടപ്പിരിപ്പ് രാജ്യത്ത് സുസ്ഥാപിതമാക്കണമെന്നും ഈ പന്തുകളിന്റെ ഭ്രമം കണ്ടില്ലേ നിങ്ങൾ? ഓരോ സ്ഥലത്തും ഓരോരോ മണിക്കൂറിന് ഇത്ര ഉറപ്പിക്കുക എന്ന് വെച്ചുകൊണ്ട് കളിക്ക് വേണ്ടി പ്രത്യേക സ്ഥലം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഈ സ്ഥലത്ത് കളിക്കുന്നതിന് തെറ്റുണ്ട് എന്നല്ല പറയുന്നത്. പക്ഷെ അവിടെ വെച്ചുകൊണ്ട് ഈ ഫുട്ബോൾ കളിക്കാനോ മറ്റോ അവനവന്റെ ട്രൗസർ ഇടുന്ന സന്ദർഭത്തിൽ എത്ര ബാല്യക്കാരാണ് അവരുടെ ഔറത്ത് ഒളിവാക്കുന്നത്. ഈ ഔറത്ത് ഒളിവാക്കുക എന്നുള്ളത് ഹറാമാണ്. ഏകദേശം ഒരു സെന്റോ 2 സെന്റോ സ്ഥലത്തോ ആണ് 25, 35, 45 ബാല്യക്കാര് അവരുടെ ഔറത്ത് എങ്ങനെ വെളിവാക്കുന്നുവെങ്കിൽ പിന്നെ എങ്ങനെയാണ് മോദി വരാതിരിക്കുക നമ്മുടെ മേലിലേക്ക്?
എങ്ങനെയാണ് അമിത്ഷാ വരാതിരിക്കുക? അപ്പൊ നമ്മുടെ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും നമ്മുടെ മധ്യവയസ്കരും വയസ്സന്മാരും അവരൊക്കെ തന്നെയാണ് മോദിനെ വലിച്ചു കൊണ്ടുവരുന്നത് എന്ന് നമുക്ക് ഒറ്റയ്ക്കിരുന്ന് പറയുന്ന അവസരത്തിൽ പറയേണ്ട കാര്യങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ രാജ്യത്തെ ഐശ്വര്യത്തിലും സമൃദ്ധിയിലും സന്തോഷത്തിലും സമാധാനത്തിലും കഴിച്ചു നടത്തുമാറാവട്ടെ. എല്ലാ ലോ ആൻഡ് ഓർഡർ സിസ്റ്റത്തിൽ നമ്മുടെ രാജ്യം മുന്നോട്ട് കൊണ്ടുപോകുമാറാകട്ടെ. ഒരു വക ആപത്തുമില്ലാതെ നമ്മൾ ജീവിച്ചതുപോലെ തന്നെ ഖൈറായ രൂപത്തിൽ ഇവിടെ മരിച്ചു പിരിയാനും അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. وآخر دعوانا أن الحمد لله رب العالمين. السلام.